ഹായ് ഡിയേഴ്സ്, എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കാർട്ടൺ ബോക്സസ് വെച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. ഇതുപോലത്തെ കോൺഫ്ലെക്സിൻ്റെ ബോക്സസോ അതല്ലെങ്കിൽ നമുക്ക് പാഴ്സൽസൊക്കെ വരില്ലേ, കൊറിയറൊക്കെ വരുന്ന ബോക്സസൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു ഐഡിയ ആണ്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു സംഭവം നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ്. നമുക്ക് ഡെക്കോർ പീസ് അല്ല, പക്ഷെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കോൺഫ്ലെക്സിൻ്റെ ബോക്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് ഇതിൻ്റെ നമുക്ക് എത്രത്തോളം ഹൈറ്റ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് ഈ കോൺഫ്ലെക്സിൻ്റെ ബോക്സ് വലുതായതുകൊണ്ട് ഞാനതിൻ്റെ ഹാഫ് മാർക്ക് രണ്ട് സൈഡിലും ചെയ്തിട്ട് ഒരു ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ കട്ട് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അതായത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് ഇത് 2 പീസസ് ആക്കി കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് 2 ബോക്സസ് ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഹൈറ്റ് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ഭാഗമായിരുന്നു, അത് നമ്മളൊരു ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഗ്ലൂ അടിച്ച് ഒട്ടിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു അരിഞ്ചാക്കാണ്. അപ്പോൾ ഈ അരിച്ചാക്കിൻ്റെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കട്ട് ചെയ്ത് ഇതുപോലെ ഓപ്പൺ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നാട്ടിലാണെങ്കിൽ വലിയ അരിച്ചാക്കൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മുടെ അവിടെ ഈ ഒരു അരിച്ചാക്കാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഇതെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതും ആ ഒരു ലെങ്ത്ത് നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മതി, നമുക്ക് ഈ ഒരു നീളത്തിൽ മതി. അപ്പോൾ ഇതിങ്ങനെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഉൾസൈഡ് ബാക്കിലോട്ട്, ചാക്കിൻ്റെ ഉള്ളിൽ ബാക്കിലോട്ടാണ് വെക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ അരിച്ചാക്ക് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം പീസ് വേണം. അപ്പോൾ ഞാൻ ആ ഒരു കോർണർ സറിന്ന് ഇതിൻ്റെ ഒരു ക്വാർട്ടർ പോർഷൻ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. ഇത് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. ഞാനിപ്പോൾ പെട്ടെന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉണങ്ങാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് സെല്ലോ ടേപ്പ് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. മുകൾ ഭാഗം കണ്ടോ, കുറച്ച് കയറി നിൽക്കണം. താഴ്ഭാഗവും അതുപോലെ കുറച്ച് ആ ബോക്സിനേക്കാളും കൂടുതൽ ഉണ്ടാവണം. അങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഈ സൈഡുകളും നമ്മളിങ്ങനെ ഒട്ടിക്കുക. ഇതും അതുപോലെ തന്നെ ഗ്ലൂ താഴെയിട്ട് ഒട്ടിച്ചാൽ മതി, അതല്ലെങ്കിൽ സെല്ലോ ടേപ്പ് ഉണ്ടെങ്കിൽ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് എക്സ്ട്രാ നിൽക്കുന്ന സൈഡ് നമ്മൾ താഴത്തോട്ട് മടക്കി കൊടുക്കുക. വേണമെങ്കിൽ താഴെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഒന്നും കൂടെ സെക്യൂർ ആവാൻ വേണ്ടിയിട്ട് താഴെയും കൂടെ ഞാനൊരു ടേപ്പ് വെച്ചങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ എവിടെയാണോ നിർത്തിയെന്ന് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ എൻഡ് ഭാഗം വരുന്ന ഭാഗവും ഒട്ടിച്ചിട്ടുണ്ട്. എൻ്റെ മുകളിൽ നമ്മൾ ഈ എക്സ്ട്രാ ഇട്ട ഭാഗം ഉണ്ടല്ലോ, അതിൽ നമ്മളിതാ ഇതുപോലെ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. ടേപ്പ് ഒട്ടിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ കാർഡ്ബോർഡ് ബോക്സിന് ഗ്ലൂ ഇട്ടാൽ മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടേപ്പ് ഒട്ടിച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് ആ ഉള്ളിലോട്ട് ഒട്ടിയിരുന്നുള്ളൂ കേട്ടോ. ഇത് ഉള്ളിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആ തുടങ്ങിയ ഭാഗം, അവസാനിച്ച ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് അടുത്ത പീസ് വെച്ച് തുടങ്ങുകയാണ്. നമ്മുടെ ചാക്കിന് നീളം കുറവായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് സെല്ലോ ടേപ്പ് ഉണ്ടായിരുന്നാലും പെട്ടെന്ന് അങ്ങനെ ചെയ്താണ്. എന്നിട്ട് ഈ ഒരു സൈഡും കൂടെ ഇതിൻ്റെ ഒപ്പത്തിന് കൊണ്ടുവച്ചിട്ട് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് അത് ഓവർലാപ്പ് ചെയ്ത് വെക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഒട്ടിക്കുകയാണ്. ഇതങ്ങനെ നൂല് പോരുന്ന ചാക്കല്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നൂല് പോരുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് മടക്കി പിടിച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് വെച്ചിട്ട് അവിടെയും കൂടെ നമ്മളൊരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഈ ഒട്ടിച്ചു കൊടുക്കുക. ലെങ്ത് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഒറ്റ കവറിങ്ങിൽ ഒട്ടിക്കാൻ പറ്റും കേട്ടോ. ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പോലെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളുടെ ഈ എക്സ്ട്രാ നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ വീണ്ടും ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ടേപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഭാഗത്ത് ഗ്ലൂ ഇട്ട് കൊടുത്തതിന് ശേഷം അതങ്ങ് മടക്കി ഒട്ടിക്കുക. ഇതുപോലെ ഉള്ളിലോട്ട് മടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചാക്കുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് ഒട്ടിച്ച് പുറത്തോട്ട് കൊടുത്താൽ മതി. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആദ്യമേ ഒന്ന് കവർ ചെയ്തതായി ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇത് ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, എൻ്റെ അടുത്ത് ഒരുപാട് വലിയ ചാക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഞാനൊരു 3 ബോക്സസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പം നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് വേണ്ട സൈസും ഇതെല്ലാം നോക്കിയിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനൊരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ പേപ്പർ ആയാലും മതി, അല്ലെങ്കിൽ കളർ പേപ്പർ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മേടിക്കുന്നതിനൊക്കെ ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് വെറുതെ ഒരു ഡിസൈൻ ഇങ്ങനെ സിക്സാഗ് പോലെ ഒന്ന് കട്ട് ചെയ്തു, എന്നിട്ട് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ടുണ്ടാവും, ഓൺലൈനിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഷെൽഫിൻ്റെ ഏത് ഭാഗത്താണോ കാണുന്ന ഭാഗം ആ ഭാഗത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മളിങ്ങനെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലാക്ക് കളർ ഇത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതി ഒട്ടിച്ചൊക്കെ വെക്കാം. നമുക്കിനി ഷെൽഫിൽ വെച്ച് നോക്കാം. കണ്ടോ? ഷെൽഫിൽ ഇങ്ങനെ ഓർഗനൈസർ പോലെ നമുക്കിതിങ്ങനെ വെക്കാം. അപ്പോൾ ഇതുമ്പോൾ ഞാനൊന്നും എഴുതിയിട്ടൊന്നുമില്ല കേട്ടോ.
അപ്പോൾ ഇതുമ്മ ഞാൻ ഇങ്ങനെ ഗ്ലൗസും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്, അപ്പോൾ അവിടെ ലിസ്റ്റ് ഇട്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഓർഗനൈസറായിട്ട് നമ്മുടെ ഷെൽഫുകളിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലെ പഴയ അരിച്ചാക്കും അതുപോലെ തന്നെ കാർഡ്ബോർഡ് ബോക്സും മാത്രം മതി കേട്ടോ. ഇത് ഓൺലൈനിലൊക്കെ വളരെയധികം റേറ്റ് കൊടുത്തിട്ട് നമ്മൾ മേടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് അതിനുള്ളിൽ നിന്ന് സാധനങ്ങൾ എടുക്കാം. ഇത് നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ചിട്ടുള്ള ഒരു ബോക്സസ് ആണ്. ഇതിന് നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഒരു കാർഡ്ബോർഡ് ടൈപ്പിലുള്ള ഒരു ബോക്സ് തന്നെയാണ്, കുറച്ച് കട്ടിയുള്ള ഒരു ബോക്സ്, അതും ഒരു പേപ്പർ ടൈപ്പിലുള്ള സംഭവം ഒട്ടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ശരിക്കും. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് എന്തായാലും ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി നോക്കിക്കൂടെയും തോന്നിയത്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള പഴയ നമുക്ക് ഒരുപാട് ഓൺലൈൻ പർച്ചേസുകളൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതല്ലേ. അപ്പോൾ കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ പഴയ ചാക്കുകളുണ്ടാവും. ചാക്കില്ലെങ്കിൽ നമുക്ക് തുണി ആയാലും ഒട്ടിച്ചാൽ മതി. ചാക്ക് ഞാൻ ഈ ഒരു ടെക്സ്ചർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചാക്ക് ഒട്ടിച്ചത്. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ തുണി ആയാലും പഴയ തുണികൾ, നല്ല ഭംഗിയുള്ള കളർഫുൾ തുണികളൊക്കെ വെച്ച് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവും, എല്ലാ വീടുകളിലും. അതുപോലെ ഇത് കിച്ചൺ ഓർഗനൈസറായിട്ട് മാത്രമല്ല, നമ്മുടെ ബെഡ്റൂം ഓർഗനൈസറായിട്ടും അതുപോലെ കബോർഡ് ഓർഗനൈസറായിട്ടും ഒക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു ഓൾ.